പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു ടോപ്പിക്കാണ് സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട്സ്. എന്താണ് സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടും ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ടിനെയും കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പോൾ എന്താണ് സ്ക്വയർ നോക്കാം. സ്ക്വയർ എന്താണെന്ന് നോക്കാം. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് എഴുതി ഗുണിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് എഴുതി ഗുണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് എഴുതി ഗുണിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, 2 എന്ന് പറയുന്ന നമ്പറിനെ അതേ 2 കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഈ 2വിൻ്റെ സ്ക്വയർ ആണ് 4. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം 2ൻ്റെ വർഗ്ഗമാണ് 4. മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ വർഗ്ഗം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പം 2 × 2 എത്ര കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ? അതേപോലെ അടുത്ത നമ്പർ 3യെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ വർഗ്ഗം, അല്ലെങ്കിൽ 3യുടെ സ്ക്വയർ. മനസ്സിലായോ? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ സ്ക്വയർ. അപ്പം സ്ക്വയർ എന്താണ് അല്ലെങ്കിൽ വർഗ്ഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു നമ്പറിനെ, ഇപ്പോൾ ഉദാഹരണം 25 × 25, ആൻസർ നമുക്ക് കിട്ടും 625 എന്ന് കിട്ടും അല്ലേ? അതിനർത്ഥം എന്താ? 25ൻ്റെ വർഗ്ഗമാണ് 625. 25ൻ്റെ വർഗ്ഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ 25ൻ്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 625. മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2നെ 2 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യും 2^2, അല്ലെങ്കിൽ നമ്മൾ പറയും 2 സ്ക്വയർ അല്ലേ? ഇതിനർത്ഥം എന്താ? 2നെ 2 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. അടുത്തത് 3 × 3, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ. അടുത്തത് 25 × 25 അല്ലേ? 25നെ 2 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. നമുക്കതിനെ എങ്ങനെ എഴുതാം? 25 സ്ക്വയർ അല്ലേ? അപ്പോൾ 25ൻ്റെ സ്ക്വയർ ആണ് 625, അല്ലെങ്കിൽ 25ൻ്റെ വർഗ്ഗമാണ് 625, അല്ലെങ്കിൽ 3ൻ്റെ സ്ക്വയർ ആണ് 9, അല്ലെങ്കിൽ 3ൻ്റെ വർഗ്ഗമാണ് 9. 2ൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 2ൻ്റെ വർഗ്ഗമാണ് 4. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ വർഗ്ഗം? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ് നമ്മൾ വർഗ്ഗം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വർഗ്ഗം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 2ൻ്റെ സ്ക്വയർ ആണ് 4 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 × 2 4. അടുത്തത് 3ൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 3ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 3 × 3, അതിനെയാണ് നമ്മൾ 9 എന്ന് വിളിക്കുന്നത്. അടുത്ത 4ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 4 × 4 ആണ് എന്തെന്ന് പറയുന്നത്? 16 എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ 5ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 5 × 5 25. 5ൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 5ൻ്റെ വർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത്? 25 എന്ന് പറയുന്നത് അല്ലേ? ഇനി നേരെ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ, 4 അല്ലേ? 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് 2. 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് 2. അപ്പോൾ 2ൻ്റെ വർഗ്ഗമാണ് 4, 4ൻ്റെ വർഗ്ഗമൂലമാണ് 2. മനസ്സിലായോ? അപ്പോൾ വർഗ്ഗവും വർഗ്ഗമൂലവും, വർഗ്ഗം അതേപോലെ എന്താണ്? വർഗ്ഗമൂലം. അപ്പം 2ൻ്റെ വർഗ്ഗമാണ് 4, 2ൻ്റെ സ്ക്വയർ ആണ് 4, അതേപോലെ 4ൻ്റെ വർഗ്ഗമൂലമാണ് ആരെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് എത്രയെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ സ്ക്വയർ റൂട്ട്? അതിൻ്റെ ഡെഫിനിഷൻ എന്താ? സ്ക്വയർ റൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്താ? സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വർഗ്ഗം അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വർഗ്ഗം. ഇങ്ങനെ ഗുണിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ വർഗ്ഗസംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് വിളിക്കുന്നു.
മനസ്സിലായോ? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ് നമുക്ക് വർഗം ലഭിക്കുന്നത്, അല്ലേ? ഇപ്പം നോക്കിയേ, 3നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് വർഗം കിട്ടി, 9 എന്ന് കിട്ടി, അല്ലേ? ഇങ്ങനെ ഗുണിക്കാൻ ഉപയോഗിക്കുന്ന ഈ സംഖ്യകളെ പറയാം ഈ വർഗത്തിൻ്റെ വർഗമൂലം എന്ന് പറയാം. മനസ്സിലായോ? അപ്പം എന്താണ് വർഗമൂലവും എന്താണ് വർഗവും എന്ന് മനസ്സിലായി, അല്ലേ? അല്ലെങ്കിൽ സ്ക്വയർ എന്താണ്, സ്ക്വയർ റൂട്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ സ്ക്വയർ റൂട്ടിനെ, അല്ലെങ്കിൽ നമ്മളിവിടെ സ്ക്വയറിനെ 2 സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തല്ലോ, 2 സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, അല്ലേ? അതേപോലെ ഇനി വർഗമൂലം എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ദേ ഇത്. ചിഹ്നത്തിൻ്റെ പേരെന്തുവാ? റാഡിക്കൽ, അല്ലേ? ഇത് അല്ലെങ്കിൽ ദേ ഇതിൻ്റെ കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ 2 എന്ന് എഴുതും, അതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് എന്ന് വിളിക്കാം. സ്ക്വയർ റൂട്ട് എന്ന് വിളിക്കും. എന്തിന് കാണാനുള്ള ചിഹ്നം ഇത്? സ്ക്വയർ റൂട്ട് കാണാനുള്ള ചിഹ്നം. ഇനി 4ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എഴുതും നമ്മൾ? √4. ഇതിൻ്റെ അർത്ഥം എന്താ? സ്ക്വയർ √4. ഇതിനെ 4ൻ്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 4ൻ്റെ വർഗ്ഗമൂലം എഴുതുക. ഇങ്ങനെ കൊടുത്താൽ അതിനർത്ഥം എന്താണ്? 4ൻ്റെ വർഗ്ഗമൂലം എഴുതുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദേ ആ ചിഹ്നം അതേപോലെ എഴുതണം. നോക്കണം, 4 എന്ന് പറയുന്നത് എന്തിൻ്റെ വർഗ്ഗമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് 4 കിട്ടുന്നത്? ഏത് സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 4 കിട്ടുന്നത്? നമുക്കറിയാം 2 × 2. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയർ റൂട്ട് വരച്ചിട്ട് 4നെ ഏത് നമ്പറിൻ്റെ വർഗ്ഗമായിട്ട് എഴുതാം? അപ്പോൾ നമുക്കറിയാം 2 × 2 ആണ് 4. ഓക്കെ, ഇനി ഈ സ്ക്വയർ റൂട്ടിനകത്ത് 2 × 2 നോക്കിയേ, 2 2 ഉണ്ടല്ലേ? അതിൽ നിന്നും ഒരു 2നെ എടുക്കുക. 2 2 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സ്ക്വയർ റൂട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 2നെ പുറത്തേക്ക് ഇറക്കുക. ഇതാണ് √4 എന്നുള്ളതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പം വർഗ്ഗം എന്താണ്, വർഗ്ഗമൂലം എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് വർഗ്ഗം. ഇനി ഇങ്ങനെ ഗുണിക്കാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് ആ സംഖ്യയുടെ വർഗ്ഗമൂലം എന്നും പറയുന്നത്, ആ വർഗ്ഗത്തിൻ്റെ വർഗ്ഗമൂലം എന്നും പറയുന്നത്. ഇനി ആ സ്ക്വയറിനെ അല്ലെങ്കിൽ വർഗ്ഗത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 സ്ക്വയർ, അല്ലേ? 3യുടെ മുകളിൽ ഇങ്ങനെ 2 എന്ന് കൊടുക്കും. 3 സ്ക്വയർ അതിനർത്ഥം എന്തുവാ? 3യെ 2 തവണ എഴുതി ഗുണിക്കുന്നു. 3 × 3 ആൻസർ നമുക്ക് കിട്ടി 9. നമുക്ക് പറയാം 3യുടെ വർഗ്ഗമാണ് 9. ഇനി തിരിച്ച് പറയുകയാണെങ്കിൽ 9ൻ്റെ വർഗ്ഗമൂലമാണ് ആരെന്ന് പറയുന്നത്? 3. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? √9, അല്ലേ? ഈ √9 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? √3 × 3, അല്ലേ? √9 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? √3 × 3. അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്ങനെയാണ്? 2 3 ഉണ്ട്, അല്ലേ? 2 3യിൽ നിന്നും റൂട്ട് കാണാൻ നേരത്തെ എന്ത് ചെയ്യണം? ഒരു 3 പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഒരു ജോഡി നമ്പേഴ്സിൽ നിന്നും ഒരു നമ്പറിനെ പുറത്തേക്ക് എടുക്കണം. അതായിരിക്കും നമ്മുടെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയറും സ്ക്വയർ റൂട്ടും നോക്കാം. ആദ്യ നമ്പർ 0. 0യുടെ സ്ക്വയർ എത്രയാണ്? 0യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 0 × 0, അല്ലേ? 0 × 0 എത്ര കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. അപ്പം 0യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 0 എന്ന് കിട്ടി. തിരിച്ചെങ്ങനെ പറയാം? √0. √0 നമുക്ക് എത്ര എഴുതാം? 0 എന്ന് എഴുതാം. √0 എന്ന് പറയുന്നത് 0 എന്ന് എഴുതാം. അടുത്തത് 1ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ എത്ര? 1 × 1 ആൻസർ എത്ര കിട്ടും? 1. അപ്പം 0യുടെ സ്ക്വയറും 1ൻ്റെ സ്ക്വയറും എത്രയാ? 0യും 1ഉം തന്നെയാണ്. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ √1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1, അല്ലേ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത നമ്പർ നോക്കിയേ, 2. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? 2 × 2 ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വർഗ്ഗമൂലം √4 എന്ന് പറയുന്നത് എന്താ എഴുതാം? നമുക്ക് √2 × 2, അല്ലേ? ഒരു പെയറിൽ നിന്നും എന്ത് ചെയ്യണം? ഒരു നമ്പറിനെ പുറത്തേക്ക് ഇറക്കണം. അതായിരിക്കും നമ്മുടെ വർഗ്ഗമൂലം. നമുക്ക് ആൻസർ കിട്ടും 2. മനസ്സിലായല്ലോ? അടുത്തത് 3 സ്ക്വയർ. അതിനർത്ഥം എന്താ? 3 × 3 ആൻസർ എത്ര കിട്ടും? നമുക്ക് 9 എന്ന് കിട്ടും, അല്ലേ? ഇനി തിരിച്ച് പറയാം, √9. √9 എന്ന് വെച്ചാൽ ആൻസർ എത്ര? √3 × 3 ആൻസർ നമുക്ക് കിട്ടും. ഒരു ജോഡിയിൽ നിന്നും എന്ത് ചെയ്യണം? ഒരു നമ്പർ മാത്രം എടുക്കണം. അതായിരിക്കും വർഗ്ഗമൂലം. ദെൻ 3 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അടുത്ത് നോക്കിയേ, 9 ×
അല്ലെങ്കിൽ 9ന്റെ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 9 × 9 = 81 അല്ലേ? എങ്ങനെ എഴുതാം നമുക്ക്? √81 = √9 × 9. ഒരു ജോഡി നമ്പറിൽ നിന്നും മാറിയെടുക്കണം, ഒരാളെ എടുക്കണം, അതായിരിക്കും നമ്മുടെ വർഗ്ഗമൂലം. ആൻസർ കിട്ടും 9. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ. ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ് നമുക്ക് വർഗ്ഗം എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ് നമ്മൾ വർഗ്ഗം എന്ന് വിളിച്ചത്. ഇനി എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? എന്താ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് നോക്കിയേ. 1ൻ്റെ സ്ക്വയറിനെ നമുക്ക് 1 എന്ന് എഴുതാം അല്ലേ? 2ൻ്റെ സ്ക്വയർ എത്ര? 2. 2ൻ്റെ സ്ക്വയർ എത്ര? 4. 3ൻ്റെ സ്ക്വയർ എത്ര? 9. 4ൻ്റെ സ്ക്വയർ എത്ര? 16. 5ൻ്റെ സ്ക്വയർ എത്ര? 25. 6ൻ്റെ സ്ക്വയർ എത്ര? 36. ഇത് ഈ നമ്പേഴ്സിനെ കണ്ടോ? 1, 4, 9, 16, 25, 36 കണ്ടോ? ഇതെന്താ? നമ്മുടെ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമാണ് അല്ലേ? എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമാണ്. ഇങ്ങനെ വർഗ്ഗമായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വർഗ്ഗമായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. √36 നമുക്കറിയാം. 36 എന്ന് പറയുന്നത് എന്തിൻ്റെ വർഗ്ഗമാണ്? ഏത് നമ്പറിൻ്റെ വർഗ്ഗമാണ്? നമുക്കറിയാം 6 × 6 ആണ് എന്തെന്ന് പറയുന്നത്? √36. ആൻസർ കിട്ടും 6 എന്ന് കിട്ടും അല്ലേ? അപ്പം 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ വർഗ്ഗമാണ് 36. 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ വർഗ്ഗമാണ് 36 അല്ലേ? 6 എന്ന നമ്പറിന് ഒറ്റ വർഗ്ഗമേ ഉള്ളൂ, 36 എന്നാണ്. ഓക്കെ ആണല്ലോ. 6 എന്ന് പറയുന്ന നമ്പറിന് ഒരു സ്ക്വയറേ ഉള്ളൂ, അത് 36 ആണ്. പക്ഷെ തിരിച്ചു പറയുകയാണെങ്കിൽ 36ന് എത്ര വർഗ്ഗമൂലമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 36ന് 2 വർഗ്ഗമൂലം ഉണ്ടായിരിക്കും. 36ന് 2 വർഗ്ഗമൂലം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒരു നമ്പറിന് ഒരു വർഗ്ഗമേ ഉള്ളൂ. ഓക്കെ. 6 എന്ന് പറയുന്ന നമ്പറിന് ഒറ്റ വർഗ്ഗമേ ഉള്ളൂ. 6 × 6 അല്ലെങ്കിൽ 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ. ഇനി തിരിച്ചു പറഞ്ഞാലോ, 36ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് വരും. 36ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് വരും. ഏതൊക്കെ നമ്പർ? ഇവിടെ നോക്കിയേ. നമ്മൾ √36 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ അറിയാം 6 എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്പർ ഏതാ? അതാണ് -6. അപ്പം ഏതൊരു നമ്പറിൻ്റെ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും വർഗ്ഗമൂലം എന്ന് പറയുന്നത് ഒരു പ്ലസും കാണും, ഒരു മൈനസും കാണും. ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കാണും, ഒരു പ്ലസ് നമ്പറും കാണും, ഒരു മൈനസ് നമ്പറും കാണും. ഓക്കെ. നോക്കിയേ. 6 × 6 നമുക്കറിയാം 36 ആണ്. അപ്പോൾ നമുക്ക് പറയാം 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ. ഇനി ഇപ്പുറത്തെ കേസ് നോക്കിയേ. -6 × -6 എത്ര കിട്ടും നമുക്ക്? -6 × -6. 2 മൈനസ് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം 36. അപ്പോൾ -6 × -6 നമുക്കറിയാം എത്ര കിട്ടും? 36 ആണ്. അപ്പോൾ നമുക്ക് പറയാലോ -6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 36 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ 36ന് 2 ആൻസർ കിട്ടും. ഒന്ന് +6ഉം ഒന്ന് -6ഉം. ഓക്കെ ആണല്ലോ. മനസ്സിലായോ? വേറെ ഒരെണ്ണം ചെയ്ത് നോക്കിയേ. √49 ആൻസർ എത്ര കിട്ടും? ഒരു +7ഉം കിട്ടും, ഒരു -7ഉം കിട്ടും. √25 ആൻസർ എത്ര കിട്ടും? ഒരു +5ഉം കിട്ടും, ഒരു -5ഉം കിട്ടും. ഓക്കെ. അടുത്ത √4 എത്ര കിട്ടും? ഒരു +2ഉം കിട്ടും, ഒരു -2ഉം കിട്ടും. അപ്പോൾ ഏതൊരു നമ്പേഴ്സിൻ്റെയും ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനും 2 സ്ക്വയർ റൂട്ട് കാണും, 2 വർഗ്ഗമൂലങ്ങൾ കാണും, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. ഓക്കെ. മറന്നു പോകരുത്, പഠിച്ചു വെച്ചേക്കുക. ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനും 2 നമ്പേഴ്സ് കാണും വർഗ്ഗമൂലമായിട്ട് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടായിട്ട്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. പക്ഷേ ഏതൊരു നമ്പറിനും ഒറ്റ വർഗ്ഗമേ കാണത്തുള്ളൂ, ഒറ്റ സ്ക്വയറേ കാണത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ. അടുത്ത നോക്കാം. അടുത്ത് നോക്കിയേ. 10ൻ്റെ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ എത്ര? 10 × 10 അല്ലേ? 10 × 10 = 100.
ഇനി 20ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 20 × 20 400 കിട്ടും. ഓക്കെ. ഇനി ഇതേ നോക്കിയേ, 30ൻ്റെ സ്ക്വയർ 30 × 30 എത്ര കിട്ടും? 900 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത് നോക്കിയേ, 200ൻ്റെ സ്ക്വയർ 200 × 200 നമുക്ക് ആൻസർ കിട്ടും 40,000. എന്താ പ്രത്യേകത നോക്കിയേ, ഇതേ ഇവിടെ നോക്കിയേ, 10-ൽ 10ൻ്റെ സ്ക്വയർ വന്നപ്പോൾ ഒരു 0 ഉള്ളായിരുന്നു. ഈ 0 ഇവിടെ അധികരിച്ചു 2ആയി, 2 0 കണ്ടോ? 10ൻ്റെ അവസാനം ഒരു 0 ഉള്ളായിരുന്നു. നമ്മുടെ ആൻസറിനകത്തിൽ എന്ത് ചെയ്തു? അത് അധികരിച്ചു. ഇപ്പുറത്ത് 1ൻ്റെ സ്ക്വയർ എത്രയാ? 1. മനസ്സിലായോ? ഇവിടെ 10-ൽ നോക്കുക, 10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അവസാനം 0 വരുന്ന ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതും അവസാനത്തെ 0 അത് അധികരിക്കും. അപ്പോൾ ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് സ്ക്വയർ എഴുതുമ്പോൾ എത്ര 0 ആവും? അത് 2 0 ആകും. ഇനി ഇവിടെ 1ൻ്റെ സ്ക്വയർ എന്താ? 1. ഓക്കെ ആണോ? ഇത് ഈ 20ൻ്റെ സ്ക്വയർ കേസ് നോക്കിയേ, ഇവിടെ 20ന് ഒരു 0 ഉണ്ട്. അത് ആൻസറിലേക്ക് വന്നപ്പം ഇരട്ടിച്ചു, 2 0 ഇനി 2ൻ്റെ സ്ക്വയർ 4. മനസ്സിലായോ? ഇതേ 30ൻ്റെ സ്ക്വയർ ഇവിടെ ഒരു 0 ഉണ്ട്. അത് ഇരട്ടിച്ചു, 2 0 ആയി. 3യുടെ സ്ക്വയർ 9. മനസ്സിലായോ? ദെൻ 200 നോക്കിയേ, ഇവിടെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പോൾ ആൻസറിൽ എത്ര 0 വരണം? ഇരട്ടിക്കണം അല്ലേ? 2 എന്താകണം? 4 ആയി. 2 4 ആയി. ഇനി 2ൻ്റെ സ്ക്വയർ 4. കണ്ടോ? അപ്പോൾ 0 അവസാനം 0 വരുന്ന നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ 0യെ ഇരട്ടിപ്പിക്കണം. അവസാനം 0 വരുന്ന നമ്പർ ആണെങ്കിൽ 0യെ എന്ത് ചെയ്യണം? ഇരട്ടിപ്പിക്കണം. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ, 50ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? നമുക്കറിയാം ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പം ആൻസറിൽ 2 0 വരും. ഇനി 5ൻ്റെ സ്ക്വയർ എത്ര? 25. ആൻസർ 2500. ഓക്കെ ആണോ? 600ൻ്റെ സ്ക്വയർ എത്ര? പെട്ടെന്ന് നമുക്ക് പറയാം. എന്താ? 6 36. 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. ഇനി ഇവിടെ 2 0 ഉണ്ട്. ആൻസറിൽ വരുമ്പോൾ അത് 4 0 ആവും. മനസ്സിലായോ? അപ്പോൾ അവസാനം 0 വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ആ 0യെ ഇരട്ടിപ്പിക്കണം. മനസ്സിലായല്ലോ? ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നോക്കിയേ, സ്ക്വയർ ഓഫ് എ ഡെസിമൽ നമ്പർ. ഇനി ഒരു ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിതുവരെ സാധാരണ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആ നമ്പറിനെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി അല്ലേ? ഉദാഹരണം 18ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതിനർത്ഥം എന്താ? 18 × 18. അത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 324 അല്ലേ? ഒരു നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ നമ്പേഴ്സ് തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മതി. ഇവിടെ നോക്കിയേ, ഒരു ഡെസിമൽ നമ്പർ തരുന്നു. ഉദാഹരണം 1.8 ദ ഹോൾ സ്ക്വയർ. 1.8ൻ്റെ സ്ക്വയർ കാണുക. അപ്പോൾ ഇതിനർത്ഥം എന്താ? 1.8നെ 2 തവണ എഴുതി ഗുണിക്കുന്നു. 1.8 × 1.8. 1.8നെ 2 തവണ എഴുതി ഗുണിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാൻ നേരത്തെ ചെയ്യുന്നത്? എങ്ങനെ? ആ ഡെസിമൽ നമ്പർ അങ്ങോട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ ആ ഡെസിമൽ പോയിൻ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? സാധാരണ 2 നമ്പർ ഗുണിക്കുന്ന പോലെ ഗുണിക്കുക. എന്ന് വെച്ചാൽ ഡെസിമൽ പോയിൻ്റ് മാറ്റി വെച്ചു, നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് 18 എന്നായി, സാധാരണ നമ്പറായി അല്ലേ? ആ സാധാരണ നമ്പറിനെ ഗുണിക്കുന്ന പോലെ ഗുണിച്ചു. എനിക്ക് ആൻസർ കിട്ടി 324. ഇനി നോക്കണം, ക്വസ്റ്റ്യനകത്തിൽ എത്ര പോയിൻ്റ് ഉണ്ട്, ഡെസിമൽ കഴിഞ്ഞ് എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കണം. നോക്കി, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട് അല്ലേ? അപ്പം ക്വസ്റ്റ്യനകത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസറിലും എത്ര ഡിജിറ്റ് വരണം? 2 ഡിജിറ്റ് വരണം. നമ്മുടെ ആൻസർ കിട്ടി 3.24. മനസ്സിലായോ? ആൻസർ കിട്ടി 3.24. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്ത നമ്പർ ഒന്ന് നോക്കിയേ. ഞാൻ അടുത്ത നമ്പർ എഴുതുവാണ്. 2.5 ദ ഹോൾ സ്ക്വയർ. 2.5ൻ്റെ സ്ക്വയർ കാണുക. നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്പർ ഇട്ട് ഗുണിക്കുന്ന പോലെ അല്ലേ? 2.5 × 2.5 അതാണല്ലോ ഇതിനർത്ഥം. 2.5 × 2.5. ഇനി നമ്മൾക്കറിയാം 2 ഡെസിമൽ നമ്പർ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഡെസിമൽ പോയിൻ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാധാരണ നമ്പർ ഗുണിക്കുന്ന പോലെ നമ്മൾ ഗുണിക്കും. 25 × 25 അല്ലേ? 25 × 25 നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 625.
ഇത് 25 × 25 ചെയ്യുമ്പോൾ നമുക്ക് 625 കിട്ടും. ഇനി നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പം 2 ഡിജിറ്റ് ഉണ്ട് ക്വസ്റ്റ്യനകത്തിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് വരണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെസിമൽ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് 6.25 ആൻസറിനകത്ത് 2 ഡിജിറ്റ് വന്നാണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. നമുക്കിപ്പം കിട്ടിയ ആൻസർ എത്ര? 1.8ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി എത്രയാണ്? 3.24. ഇനി 2.5ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി 6.25. ഇവിടെ നോക്കിയേ, നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നോക്കിയേ, നമ്മൾ 1.8ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് ചെയ്തു? 18ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. അടുത്തത് 2.5 ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് ചെയ്തു? 5 × 2.5 എഴുതി അല്ലേ? എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. ഓക്കെ, ഇതിൽ നിന്നൊരു പ്രത്യേകത നമുക്ക് പറയാം. ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നേരത്ത് ആ ഡെസിമൽ മാറ്റി വെച്ചിട്ട് ആ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. ഡെസിമൽ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. ഇവിടെ 1.8 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും 1.8 എന്ന് പറയുന്ന ആ നമ്പറിൽ നിന്നും ആ ഡെസിമൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 18ൻ്റെ സ്ക്വയർ എഴുതുക. 18ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി 324 എന്ന് എഴുതി. ഇനി ആൻസറിൽ നോക്കണം, ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്. ഇവിടെ നോക്കുക, 1.8 ആണ്, 8ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 ഡിജിറ്റ് ഉണ്ടല്ലേ? ഡെസിമൽ കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്തിലേക്ക് വരുമ്പോൾ ഡെസിമൽ കഴിയുമ്പം 2 ഡിജിറ്റ് ആകണം. ഇവിടെ സ്ക്വയർ അല്ലേ കാണേണ്ടത്, അപ്പോൾ ഇരട്ടിക്കണം. മനസ്സിലായോ? ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 1 സ്ഥാനമേ ഉള്ളെങ്കിൽ വർഗം കാണുമ്പോൾ എന്ത് ചെയ്യണം? അത് ഇരട്ടിക്കണം. എന്ന് വെച്ചാൽ 1 മാറിയിട്ട് അവിടെ എന്താവണം? 2 ഡിജിറ്റ് ആവണം. കണ്ടോ? 3.24. മനസ്സിലായോ? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ സ്ക്വയർ കാണുക. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ആണോ നമുക്ക് തന്നിരിക്കുന്നത്, സ്ക്വയർ കാണുമ്പോൾ അത്രയും ഡിജിറ്റ് ഇരട്ടിക്കണം. ഓക്കെ ആണല്ലോ. ഇവിടെ ആണ് 1.5ൻ്റെ സ്ക്വയർ. 1.5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ എഴുതാൻ നേരത്തെ എന്ത് ചെയ്യും? ആ പോയിൻ്റ് അങ്ങോട്ട് മാറ്റി വെക്കും. അത് എന്ത് നമ്പറായി? 15 എന്നായി. ഇനി എഴുതണം 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 15ൻ്റെ സ്ക്വയർ നമുക്കറിയാം 225 അല്ലേ? ഇനി നോക്കണം, ക്വസ്റ്റ്യനകത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ക്വസ്റ്റ്യനകത്ത് ഡെസിമൽ കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ആൻസറിനകത്ത് അത് എന്ത് ചെയ്യണം? ഇരട്ടിക്കണം. എന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വരണം? 2 ഡിജിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ 2.25 എന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, വേറൊരു നമ്പർ നോക്കിയേ. ഞാൻ 1.12 ദ ഹോൾ സ്ക്വയർ 1.12 ദ ഹോൾ സ്ക്വയർ എന്താ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെസിമൽ നമ്പർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്തിൻ്റെ സ്ക്വയർ എഴുതുക? 112ൻ്റെ സ്ക്വയർ എഴുതുക. 112ൻ്റെ സ്ക്വയർ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 12544 എന്ന് കിട്ടും. 12544. ഇനി നമുക്ക് എന്തിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്? 1.12ൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. ഇവിടെ നോക്കണം, ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്തിൽ എത്ര സ്ഥാനം ആകണം? അത് 2 എന്നുള്ളത് ഇരട്ടിയായിട്ട് 4 സ്ഥാനം മാറ്റി കുത്തണം. അപ്പം ഇങ്ങനെ വരും അല്ലേ? 1.2544. നോക്കി, ആൻസറിനകത്ത് എത്ര സ്ഥാനമാണ് മാറ്റിയത്? നമ്മൾ 4 സ്ഥാനം മാറ്റി കുത്തിട്ടു. ഓക്കെ ആണോ? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെസിമൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടി വേണം എന്ത് ചെയ്യാൻ? ആൻസറിനകത്തിൽ ഡെസിമൽ കൊടുക്കാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, സ്ക്വയർ റൂട്ട്സ് ഓഫ് ഡെസിമൽ നമ്പർ. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം? ഒരു ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം? അപ്പോൾ ഒരു ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണുന്ന രീതി നമ്മൾ പഠിച്ചല്ലോ. ഞാനിത് തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നോക്കിയോ, ഞാനൊരു ക്വസ്റ്റ്യൻ തരുവാണ്. റൂട്ട് ഓഫ്
1369 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 37. അപ്പം റൂട്ട് 1369 വാല്യൂ എന്ന് പറയുന്നത് 37. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാമല്ലോ, 37 സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് 1369 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1369 എന്ന് പറയുന്നത് എത്രൻ്റെ സ്ക്വയർ ആണ്? 37 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1369 എന്ന് പറയുന്ന 37 കിട്ടിയെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13.69 സ്ക്വയർ റൂട്ട് എന്ത്? മനസ്സിലായോ എന്താ പറഞ്ഞത്? റൂട്ട് ഓഫ് 1369 എന്നുള്ളത് 37 ആണെങ്കിൽ റൂട്ട് ഓഫ് 13.69 എന്ന് പറയുന്നത് എന്തിൻ്റെ റൂട്ടായിരിക്കും? ഏത് നമ്പറിൻ്റെ റൂട്ടായിരിക്കും? അല്ലെങ്കിൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും? മനസ്സിലായോ? അല്ലെങ്കിൽ റൂട്ട് ഓഫ് 13.69 വാല്യൂ എന്താണ്? ഇവിടെ നോക്കിയേ, നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ടല്ലേ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കണം വരേണ്ടത്. ഇവിടുത്തെ നമ്പർ ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്ത് വരണം? ഈവൻ നമ്പർ ആയിരിക്കണം. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ 1.8 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതി? 3.24 എന്ന് എഴുതി അല്ലേ? 1.8 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതി? 3.24 എന്ന് എഴുതി അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത്? ദേ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളെങ്കിൽ നമ്മുടെ വർഗ്ഗം കാണുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ കാണുമ്പോൾ എന്ത് ചെയ്യും? ഡെസിമൽ കഴിഞ്ഞ് ഇരട്ടിക്കും. 2 നമ്പേഴ്സ് കാണും, 2 ഡിജിറ്റ് കാണും അല്ലേ? അപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ, റൂട്ട് ഓഫ് 3.24 എന്നുള്ളതിനകത്തിൽ 24-നകത്ത് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾക്ക് റൂട്ട് കാണാൻ തരുന്ന നമ്പേഴ്സിനകത്ത് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആൻസറിനകത്തിൽ അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാൻ നേരത്തെ എത്ര ഡിജിറ്റേ വരത്തുള്ളൂ? സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 1 ഡിജിറ്റേ വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പം വർഗ്ഗം കാണാനാണ് തരുന്നതെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും നമ്പർ ഇരട്ടിക്കും. ഇനി സ്ക്വയർ റൂട്ടാണ് കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യും? എത്ര നമ്പറാണോ ഉള്ളത് അതിൻ്റെ പകുതിയാകും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആൻസറിനകത്തിൽ എത്ര നമ്പർ ആവും? ഡെസിമൽ കഴിഞ്ഞ് 1 നമ്പർ ആകും. അപ്പോൾ ഇവിടെ നോക്കിയേ, 37 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അല്ലേ? അതിനകത്ത് 1 ഡിജിറ്റ് മാറ്റി നമ്മൾ എന്ത് ചെയ്യും? കുത്തിടും. അപ്പം 3.7 വർഗ്ഗമാണ് 13.69. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ റൂട്ട് ഓഫ് 13.69 എന്ന് പറയുന്നത് എന്തിൻ്റെ വർഗ്ഗമാണ്? 3.7 വർഗ്ഗമാണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ. ഇത് ഇനി അടുത്ത് നോക്കിയേ, ഞാൻ റൂട്ട് ഓഫ് 0.1369 ഇതിൻ്റെ റൂട്ട് എന്താണ്? റൂട്ട് ഓഫ് 0.1369 ഓക്കെ, ഈ നമ്പർ തന്നെയല്ലേ ഈ കൊടുത്തേക്കുന്നത്? അതിനർത്ഥം എന്താ? ഇതിൻ്റെ വർഗ്ഗമൂലം 37 ആണ്. പക്ഷേ ഇവിടെ ഒരു ഡെസിമൽ കൊടുത്തേക്കുന്നത്, നമ്മൾ പറഞ്ഞു ഡെസിമൽ കഴിഞ്ഞ് എപ്പോഴും എന്ത് വരണം? ഈവൻ നമ്പേഴ്സ് വരണം, എന്നാൽ മാത്രമേ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഡെസിമൽ കഴിഞ്ഞ് അവിടുത്തെ ഡിജിറ്റിൻ്റെ എണ്ണം ഈവൻ നമ്പർ വരണം. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഈ ഡെസിമൽ കഴിയുമ്പോൾ എത്ര ഡിജിറ്റ് വരണം? 2 ഡിജിറ്റ് വരണം. ആകെ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം 37. മനസ്സിലായോ? 1369 വർഗ്ഗമൂലം 37 ആണ്. നോക്കിയേ, ആ നമ്പർ തന്നെയാണ് നമ്മൾ ഡെസിമൽ ഇട്ട് കളിക്കുന്നത് അല്ലേ? ഓക്കെ, കണ്ടോ? ഇനി ആ ഡെസിമൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് വർഗ്ഗമൂലത്തിലും എന്ത് വരും? ഡെസിമൽ വരും. ആദ്യമേ 13.69 റൂട്ട് കണ്ടുപിടിച്ചു. നോക്കിയേ, 0.69 അവിടെ 2 ഡിജിറ്റ് വരും. അപ്പോൾ ആൻസറിനകത്ത് ഈ വർഗ്ഗമൂലം കാണാൻ നേരത്ത് അതിൻ്റെ പകുതി ഡിജിറ്റ് അല്ലേ? ഡെസിമൽ കഴിഞ്ഞ് പകുതി ഡിജിറ്റ് വരും. അപ്പോൾ 2 ഡിജിറ്റ് ഉള്ളിടത്ത് ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റ് വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 0.1369 അവിടെ 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഈ റൂട്ട് കാണുമ്പോൾ അതിൻ്റെ വർഗ്ഗമൂലത്തിൽ എത്ര എണ്ണേ വരത്തുള്ളൂ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരും. ഇവിടെ നമ്മൾ എഴുതി 0.37. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ് റൂട്ട് ഓഫ് 0.001369. ഇതിൻ്റെ ആൻസർ എത്രയാണ്?
നമുക്കറിയാം 1369 റൂട്ട് എന്ന് പറയുന്നത് 37 ആണ്. പക്ഷേ ഇവിടെ 0.001369 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞ് 6 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് വരണം? 3 ഡിജിറ്റ് വരണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ആകെ 37 എന്നുള്ള നമ്പരേ ഉള്ളൂ, അതിൽ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു ഡിജിറ്റിന് വേണ്ടി നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തിടുക? ഒരു ഡെസിമൽ ഇടുക. ഇപ്പം നോക്കിയാൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പറായി? ഡെസിമൽ കഴിഞ്ഞിട്ട് 1, 2, 3 നമ്പറായി അല്ലേ? ഡെസിമൽ കഴിഞ്ഞ് 3 നമ്പറാകുമ്പോൾ അതിൻ്റെ വർഗ്ഗത്തിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പർ വരും? 6 നമ്പർ വരും. നോക്കിയേ 2, 4, 6. മനസ്സിലായോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. റൂട്ട് ഓഫ് 12544 ഈക്വൽ ടു 112 ആണ്. 12544ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 112 ആണെങ്കിൽ റൂട്ട് ഓഫ് 1.2544ൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, റൂട്ട് ഓഫ് 12544 എന്ന് പറയുന്നത് 112 ആണെങ്കിൽ റൂട്ട് ഓഫ് 1.2544ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ പറഞ്ഞു ഇവിടെ വർഗ്ഗമൂലം കാണാൻ തരുവാണെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര സ്ഥാനം വരണം? 2, അല്ലെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് ഈവൻ നമ്പേഴ്സ് വരണം, അത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിൻ്റെ റൂട്ട് വർഗ്ഗമൂലം കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കി ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? എത്ര ഡിജിറ്റ് വന്നു? 4 ഡിജിറ്റ് വന്നു. 2, 5, 4 എത്ര ഡിജിറ്റ് വന്നു? 4 ഡിജിറ്റ് വന്നു. അപ്പോൾ നമുക്കറിയാം വർഗ്ഗമൂലമാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ 4 ഡിജിറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറണം? 2 ഡിജിറ്റായിട്ട് മാറണം അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? 2 ഡിജിറ്റ് മാറ്റിയിട്ട് കൊടുക്കും. അപ്പം 1.12 നോക്കിയാൽ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ്, അതിൻ്റെ വർഗ്ഗത്തിൽ ഡെസിമൽ കഴിയുമ്പോൾ എത്ര ഡിജിറ്റ് വരും? 4 ഡിജിറ്റ് വരും. ഇനി 4 ഡിജിറ്റുള്ള ഒരു നമ്പറിൻ്റെ വർഗ്ഗമൂലത്തിൽ ഡിജിറ്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പർ വരും? 2 നമ്പർ വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഞാൻ എഴുതുവാണ്? 0.012544. അപ്പോൾ ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇവിടുത്തെ നമ്പർ ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് നോക്കണം. ഈവൻ നമ്പർ ആണോ? ആണ്. 6 ഡിജിറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ 6 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ, വർഗ്ഗമൂലം കാണുമ്പോൾ ആൻസറിനകത്ത് എത്ര ഡിജിറ്റ് വരും? 3 ഡിജിറ്റ് വരും. ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് 112. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം വർഗ്ഗമൂലം, സ്ക്വയർ പഠിച്ചു, സ്ക്വയർ റൂട്ട് പഠിച്ചു, ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ പഠിച്ചു, അതിൻ്റെ സ്ക്വയർ റൂട്ടും കാണാൻ പഠിച്ചു. ഓക്കെ ആണല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മെത്തേഡ്സ് ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട്. ഒരു സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ നമ്മൾ ചെറിയ നമ്പേഴ്സ് ഇട്ടാണ് ഇതുവരെ ചെയ്തത് അല്ലേ? 36, 25 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് നമുക്കറിയാം. 6ൻ്റെ സ്ക്വയറാണ് 36, 5ൻ്റെ സ്ക്വയറാണ് 25, 9ൻ്റെ സ്ക്വയറാണ് 81. അപ്പം പെട്ടെന്ന് നമ്മളോട് ചോദിക്കും 100ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 10 ആണ്. ഇനി 81ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 9 ആണ്. 49ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് 7 ആണ്. അപ്പോൾ ഈ ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്ക്വയർ റൂട്ടും പറയാം, ചെറിയ നമ്പേഴ്സിൻ്റെ സ്ക്വയറും പെട്ടെന്ന് പറയാം അല്ലേ? ഇനി സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ? ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. ഇനി ഒരു വലിയൊരു നമ്പർ തരുന്നു, ഏതാണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്പർ തരുന്നു, അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അതിന് വേണ്ടിയുള്ളൊരു മെത്തേഡാണ്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്താണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? LCM ആൻഡ് HCF എന്ന ടോപ്പിക്കിനകത്തിൽ ഫാക്ടറൈസേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നമ്പറിനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നു. 2 മെത്തേഡുണ്ട്, ഡിവിഷൻ മെത്തേഡും ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ആ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ആദ്യത്തെ നമ്പർ 1764. നമ്മുടെ ചോദിക്കുകയാണ് റൂട്ട് 1764. 1764 എന്ന് പറയുന്നത് ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ ആണ്?
അങ്ങനെയാണെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം 1766 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക. ഇങ്ങനൊരു വലിയൊരു നമ്പർ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യും. എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? ആ നമ്പർ അതേപോലെ എടുത്ത് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഏത് നമ്പർ കൊണ്ടാണോ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ, ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 ആദ്യം എടുക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതും. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 2 അല്ലേ. 1764 നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 882 എന്ന് കിട്ടി. വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യണം. ഏത് നമ്പർ കൊണ്ട്? ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 എടുക്കുന്നു, വീണ്ടും ചെയ്യുന്നു, 441 എന്ന് കിട്ടി. ഇനി നോക്കുക, ഇനി ഈ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്കിനകത്ത് പഠിച്ച ഹരണ നിയമം ഉപയോഗിച്ച് നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 0യോ ഈവൻ നമ്പറോ വരണം, അല്ലേ. ഇവിടെ 0യുമല്ല ഈവൻ നമ്പറുമല്ല, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. തൊട്ടടുത്ത നമ്പറായ 3 ഇട്ട് കൊടുക്കുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനകത്തിലെ ഡിജിറ്റ്സിൻ്റെ സമ്മ് നോക്കുക. ഈ നമ്പേഴ്സിനകത്തിലെ ഡിജിറ്റ് ഏതൊക്കെയുണ്ട്? 4 4 1. ഇത് 3 ഡിജിറ്റും കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 4 + 4 8, 8 + 1 9. ഈ 9 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 3 × 3 9 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 441 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 1 4 7 147 എന്ന് കിട്ടും. ഇനി നോക്കുക, 147നെ വീണ്ടും ഏറ്റവും ചെറിയ നമ്പറായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഈവൻ നമ്പേഴ്സ് ഒറ്റയുടെ സ്ഥാനത്തില്ല. തൊട്ടടുത്ത നമ്പറായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. 1 + 4 5, 5 + 7 12. 12 എന്ന് പറയുന്ന 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. 147നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 49 എന്ന് കിട്ടി. എത്ര കിട്ടി? 49 എന്ന് കിട്ടി. ഇനി ഈ 49 എന്ന് പറയുന്നത് ഏത് പ്രൈം നമ്പറിൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏത് പ്രൈം നമ്പേഴ്സിനെ കൊണ്ട് 49 ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം 7. അപ്പോൾ ആൻസർ കിട്ടി 7. കണ്ടോ? ഇനി താഴോട്ടൊന്നും ചെയ്യേണ്ടല്ലോ. 7നെ വേറെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 7 കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് നോക്കിയേ, ഈ റൂട്ട് ഓഫ് ഇനി ഈ 1764 ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇങ്ങനെ കുറേ കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്നില്ലേ? ഈ കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്നതിനെ നിരത്തി അങ്ങോട്ട് എഴുതുക. 2 × 2 × 3 × 3 × 7 × 7. ഓക്കെ, ഇത്രയും നിരത്തി എഴുതി. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്താ സ്ക്വയർ എന്ന് വെച്ചാൽ ഒരേപോലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഉദാഹരണം പറയുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ച ആ 4ൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? √2 × 2 എന്നിട്ട് ഒരു പെയറിൽ നിന്നും ഒരു നമ്പറിനെ പുറത്തേക്ക് ഇറക്കുന്നതായിരിക്കും ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇത് മുമ്പേ നമ്മൾ പറഞ്ഞതല്ലേ. അതേപോലെ ഇവിടെ നോക്കുക, സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണേണ്ടെങ്കിൽ. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ഒരേപോലുള്ള 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നതാണ്, അല്ലേ. അപ്പോൾ ഒരു പെയർ നമ്പേഴ്സിനെ എടുക്കണം. എന്താ പറഞ്ഞത്? വർഗം എന്ന് പറയുന്നത് ഒരേപോലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് കാണാൻ നേരത്ത് ഒരേപോലുള്ള ഒരു പെയർ നമ്പർ എടുക്കണം. ആ നമ്പറിൽ നിന്നും ഒരാളെ പുറത്തിറക്കുക. ഇവിടെ നോക്കിയേ, 2 2 അല്ലേ. ഈ പെയറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 2നെ പുറത്തേക്ക് ഇറക്കുന്നു. ഇനി ഇൻറ്റു ഇവിടെ 3യുടെ ഒരു പെയറുണ്ട്. ആ 3യിൽ നിന്നും ഒരു 3യെ പുറത്തേക്ക് എടുക്കുന്നു. 7ൻ്റെ ഒരു പെയറുണ്ട്. അതിൽ നിന്നും 7നെയും പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ റൂട്ട് മാറും. അപ്പോൾ ഇങ്ങനെ പെയറിൽ നിന്നും നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ റൂട്ട് അങ്ങ് പോവും. റൂട്ട് പോയി. ഇനി എത്ര കിട്ടും? 2 × 3 6, 6 × 7 42, 6 × 7 42 എന്ന് കിട്ടി. അപ്പോൾ സ്ക്വയർ റൂട്ടിലുള്ള നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു നമ്മൾ. ഓക്കെ, ഇനി അതെല്ലാം കൂടെ ഗുണിച്ചെഴുതുക. അതായിരിക്കും നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ആൻസർ കിട്ടി 42. മനസ്സിലായോ?
അപ്പോൾ എന്താ ചെയ്തത്, ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെറിയ ഘടകങ്ങളാക്കി എടുക്കുക. എന്നിട്ട് ആ നമ്പേഴ്സിനെ എല്ലാം റൂട്ടിനകത്ത് എഴുതുക. നമുക്ക് കിട്ടിയ ഘടകങ്ങളെല്ലാം എന്ത് ചെയ്യുക, ആ റൂട്ടിനകത്തിൽ എഴുതിയിട്ട് ഒരേപോലുള്ള രണ്ട് നമ്പേഴ്സിൽ നിന്നും ഒരു നമ്പറിനെ പുറത്തേക്ക് ഇറക്കണം. അങ്ങനെ പെയറായിട്ട് കിടക്കുന്ന നമ്പേഴ്സിൽ നിന്നും ഒരേ നമ്പറിനെ പുറത്തേക്ക് ഇറക്കിയിട്ട് അത് തമ്മിൽ ഗുണിച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ നമ്പേഴ്സിൻ്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേ വേറൊരു എക്സാമ്പിൾ നോക്കാം. ദേ അടുത്ത നമ്പർ നോക്കിയേ. അടുത്ത നമ്പർ ഞാൻ 144 സ്ക്വയർ റൂട്ട് ഓഫ് 144 എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ 144നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു 72. ദെൻ വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു 36. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 18. വീണ്ടും നമ്മൾ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ കിട്ടും 9. ഇനി 9നെ നമ്മൾ എത്ര കൊണ്ട് ചെയ്യുന്നു, 3 കൊണ്ട് ചെയ്യുന്നു, ആൻസർ കിട്ടും 3. ഓക്കെ ആണോ? അപ്പോൾ 144നെ നമ്മൾ ദേ ഇങ്ങനെ എഴുതി. ദേ നോക്കിയേ, 144നെ നമ്മൾ ഘടകങ്ങളാക്കിയത് ഈ സ്ക്വയർ റൂട്ടിനകത്തിലോട്ടൊന്ന് എഴുതി നോക്കിയേ. 2 × 2 × 2 × 3 × 3 3 × 3. ഇനി സ്ക്വയർ കളയാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു ജോഡിയിൽ നിന്നും ഒരു 2നെ പുറത്തേക്ക് ഇറക്കുക. അപ്പോൾ ആ 2 സ്ക്വയറിൻ്റെ പുറത്തേക്ക് വന്നു. ഇനി അടുത്തൊരു ജോഡിയിൽ നിന്നും ഒരു 2നെ പുറത്തേക്ക് ഇറക്കുക. അപ്പോൾ അത് സ്ക്വയറിൻ്റെ പുറത്ത് വന്നു. ഇനി അടുത്ത ഒരു പെയർ 3ൽ നിന്നും 3 പുറത്തേക്ക് വരുമ്പോൾ ആ സ്ക്വയറും മാറും. ആൻസർ എത്ര കിട്ടും, 2 × 2 4 4 × 3 12. 12 എന്ന് പറയുന്ന നമ്പറാണ് 144ൻ്റെ വർഗ്ഗമൂലം, അല്ലെങ്കിൽ തിരിച്ചു പറയാം 12ൻ്റെ വർഗ്ഗമാണ് 144. മനസ്സിലായോ? അപ്പം ഫാക്ടറൈസേഷൻ വഴി കണ്ടുപിടിക്കുന്ന മനസ്സിലായല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? വർഗ്ഗം എന്താണെന്ന് പഠിച്ചു, വർഗ്ഗമൂലം എന്താണെന്ന് പഠിച്ചു അല്ലേ. ഡെസിമൽ നമ്പേഴ്സിൻ്റെ വർഗ്ഗം കാണാൻ പഠിച്ചു, അതിൻ്റെ വർഗ്ഗമൂലം കാണാൻ പഠിച്ചു. ദെൻ ഒരു നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പഠിച്ചു അല്ലേ. ഇനി നോക്കിയേ, സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രാക്ഷൻസ്. ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം, സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രാക്ഷൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം അത് ആദ്യം പഠിക്കാം. എന്താണ് ഫ്രാക്ഷൻ്റെ സ്ക്വയർ? ഇതേ നോക്കിയേ, 2 / 3 ദ ഹോൾ സ്ക്വയർ. 2 / 3 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം എന്താ, 2 / 3 ദ ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറയുന്നത് 2നും ബാധകമാണ് 3ക്കും ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഇട്ട് സൂചിപ്പിച്ചത്. കണ്ടോ, 2നും ബാധകമാണ് 3ക്കും ബാധകമാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടത്. ബ്രാക്കറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ 2² / 3 ഇതിനർത്ഥം എന്തുവാ, ഈ സ്ക്വയർ 2നും മാത്രമുള്ളതാണ്. നേരെ മറിച്ച് ഒരു ബ്രാക്കറ്റ് ഇട്ടാണ് തരുന്നതെങ്കിൽ അതിനർത്ഥം ഈ സ്ക്വയർ 2നും ബാധകമാണ്, ഡിനോമിനേറ്ററായിട്ട് കിടക്കുന്ന 3ക്കും ബാധകമാണ്. അപ്പോൾ നമുക്കിതിനെ എഴുതാം 2² / 3². എന്താ 2² 4 അല്ലേ. 2² എന്ന് വെച്ചാൽ 4, 3² എന്ന് വെച്ചാൽ 9. ഇതാണ് ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ കാണാനുള്ള പരിപാടി. എന്താ പറഞ്ഞാൽ, സ്ക്വയർ കാണാൻ നമുക്കറിയാം, ന്യൂമറേറ്ററിൻ്റെ സ്ക്വയറും കാണണം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയറും കാണണം. ഓക്കെ. എങ്ങനെ തരുമ്പോൾ ആ സ്ക്വയർ 2 പേർക്കും ബാധകമാണെങ്കിൽ മാത്രം. ഇനി സ്ക്വയർ റൂട്ടാണ് കാണാൻ തരുന്നതെങ്കിൽ ഇതേ നോക്കിയേ, സ്ക്വയർ റൂട്ട് തരുന്നു 49 / 81. ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 49 / 81. നോക്കിയേ, അതൊരു ഫ്രാക്ഷൻ അല്ലയോ. ഫ്രാക്ഷൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ തരുമ്പോൾ എന്ത് ചെയ്യുക, ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെയും സ്ക്വയർ റൂട്ട് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെയും സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ. ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളടുത്ത് കാണാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടും എടുക്കണം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടും എടുക്കണം. ന്യൂമറേറ്റർ √49 നമുക്ക് ആൻസർ അറിയാം 7. √81 നമുക്ക് ആൻസർ അറിയാം 9. അപ്പോൾ √49 / 81ൻ്റെ ആൻസർ എത്രയാണ്, 7/9. മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ ഓഫ് എ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഫ്രാക്ഷനകത്തിലെ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ കാണുക, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ കാണുക. ഇനി സ്ക്വയർ റൂട്ടാണ് കാണാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടും കാണുക. ഓക്കെ ആണല്ലോ. ഓക്കെ. വേറൊരു കണക്ക് നോക്കിയേ, റൂട്ട് ഓഫ് 144 / 9 എന്തായിരിക്കും ആൻസർ നോക്കുക. ഈ റൂട്ട് ഓഫ് 144 / 9 ഇതിനർത്ഥം ഈ റൂട്ട് 2 പേർക്കും ബാധകമാണ്. നമുക്ക് ആദ്യം ന്യൂമറേറ്ററിൻ്റെ
ന്യൂമറേറ്ററിൻ്റെ റൂട്ട് എടുക്കാം, ഡിനോമിനേറ്ററിൻ്റെയും റൂട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 12 എന്ന് കിട്ടി, ഡിനോമിനേറ്ററിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടി? 3 എന്നും കിട്ടി. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ ആണല്ലോ ഇത്രയും. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു അല്ലേ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിനകത്ത് നമ്മൾ ആദ്യം സ്ക്വയർ എന്താണെന്ന് പഠിച്ചു, വർഗ്ഗം എന്താണെന്ന് പഠിച്ചു, വർഗ്ഗമൂലം എന്താണെന്ന് പഠിച്ചു അല്ലേ. ഒരു ഡെസിമൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കും, അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കും, അവസാനം 0 വരുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കും എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. അതേപോലെ ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കാം, സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്നും പഠിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സിനകത്തിലെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓക്കെ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിനകത്തിലെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, സ്ക്വയർ ഓഫ് ഈവൻ നമ്പേഴ്സ്. സ്ക്വയർ ഓഫ് എ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ നോക്കിയേ. ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64 അല്ലേ. 10ൻ്റെ സ്ക്വയർ 100. പ്രത്യേകം എന്താ? ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ. അതേപോലെ നോക്കിയേ, ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25, 7ൻ്റെ സ്ക്വയർ 49. നമുക്ക് പറയാം എല്ലാ ഈ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയറും ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എല്ലാ ഈവൻ നമ്പറിൻ്റെ സ്ക്വയറും ഈവൻ നമ്പർ ആയിരിക്കും, എല്ലാ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറും എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഒരു നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പറായിട്ട് വരില്ല. ഒരു നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ വരില്ല? നെഗറ്റീവ് നമ്പറായിട്ട് വരത്തില്ല. ഉദാഹരണം പറയാം, ഒരു നമ്പർ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് -m എന്ന രീതി, അല്ലെങ്കിൽ ഒരു മറ്റൊരു നമ്പർ ഒരു മൈനസ് നമ്പറായിട്ട് വരത്തില്ല. ഒരു നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് വരത്തില്ല? മൈനസ് നമ്പറായിട്ട് വരത്തില്ല. ഓക്കെ ആണോ? ഒരു നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് നമ്പറായിട്ട് വരത്തില്ല. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതും എന്തായിട്ട് വരത്തില്ല? മൈനസ് നമ്പറായിട്ട് വരത്തില്ല. ഓക്കെ. അപ്പോൾ ഒരു നമ്പറിൻ്റെയും സ്ക്വയർ, ഒരു നമ്പറിൻ്റെയും വർഗ്ഗം മൈനസ് നമ്പറായിട്ട് വരത്തില്ല. പക്ഷെ ഒരു മൈനസ് നമ്പറിൻ്റെ വർഗ്ഗം നമുക്ക് എന്തായിട്ട് കിട്ടും? പോസിറ്റീവായിട്ട് കിട്ടും. ഒരു മൈനസ് നമ്പറിൻ്റെ വർഗ്ഗം, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ വർഗ്ഗം നമുക്ക് എന്തായിട്ട് കിട്ടും? പോസിറ്റീവ് നമ്പറായിട്ട് കിട്ടും. ഒരു നമ്പറിൻ്റെ വർഗ്ഗമൂലം, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വർഗ്ഗമൂലം പോസിറ്റീവും ആയിരിക്കും നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഒരു നമ്പറിന് 2 വർഗ്ഗമൂലം ഉണ്ടായിരിക്കും. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് 2 വർഗ്ഗമൂലം ഉണ്ടായിരിക്കും. ഒന്ന് പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ √4 എന്ന് പറയുന്നത് +2 വരാം -2 വരാം. മനസ്സിലായോ? √4 എന്ന് പറയുന്നത് +2 വരാം -2 വരാം. ഓക്കെ. അതിന് മുമ്പ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു നമ്പറിൻ്റെയും വർഗ്ഗം എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് വരില്ല. പക്ഷേ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ കാണും, ഒരു നെഗറ്റീവ് നമ്പർ കാണും. ഓക്കെ ആണല്ലോ. ഒരു മൈനസ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. എന്താണ്? ഇമാജിനറി ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഒന്നിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്ന ഒരു മൈനസ് നമ്പർ വരില്ല. എന്ന് വെച്ചാൽ ഒരു മൈനസ് നമ്പറിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് ഇമാജിനറി ആണ്, സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. √AB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? √A × √B ഈക്വൽ ആണ്. √AB എന്ന് പറയുന്നത് √A × √B ഈക്വൽ ആണ്. √AB എന്ന് പറയുന്നത് √A × √B ഈക്വൽ ആണ്. ഓക്കെ. അടുത്ത പ്രോപ്പർട്ടി പഠിച്ചല്ലോ. √AB എന്ന് പറയുന്നത് √A × √B ഈക്വൽ ആണ്. എന്താ പറഞ്ഞേ? ഒന്നും കൂടെ പറഞ്ഞേ. √AB എന്ന് പറയുന്നത് √A × √B ഈക്വൽ ആണ്. എക്സാമ്പിൾ പറയാണ്. ഇനി √4 × 9. √4 × 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ √4 × √9 ചെയ്യാം. √4 എത്ര? 2. ദെൻ √9 എത്ര? 3. ആൻസർ നമുക്ക് കിട്ടും 6 എന്ന് കിട്ടും.
മനസ്സിലായോ? റൂട്ട് ഓഫ് 4 ഇൻറ്റു 9 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4 ഇൻറ്റു റൂട്ട് ഓഫ് 9 എന്ന് എഴുതാം. ഇതാണ് ഉദ്ദേശിച്ചത്. ഇത് നോക്കിയേ, എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ന്യൂമറേറ്ററിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം. ഇനി ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? എന്നുവെച്ചാൽ എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ, അല്ലെങ്കിൽ പറയാം റൂട്ട് ഓഫ് എ ബൈ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബൈ റൂട്ട് ഓഫ് ബി. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി റൂട്ട് ഓഫ് എ എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ട്, എ റൈസ് ടു 1/2. റൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2. റൂട്ട് ഓഫ് എയെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എന്താ? എ റൈസ് ടു 1/2. പഠിച്ചു വെച്ചേക്കുക. റൂട്ട് ഓഫ് എ വേറൊരു രീതിയിൽ എഴുതാം, എ റൈസ് ടു 1/2. റൂട്ട് ഓഫ് എ വേറൊരു രീതിയിൽ എഴുതാം, എ റൈസ് ടു 1/2. ഓക്കെ. ഇനി റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം നമുക്ക്? റൂട്ട് ഓഫ് എയുടെ ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ അർത്ഥം എന്താ? റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ എന്നല്ലേ അർത്ഥം? റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? റൂട്ട് ഓഫ് എയെ 2 തവണ എഴുതി ഗുണിക്കുന്നു. നോക്കേ, റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ നമുക്ക് പറയാം. പിന്നെ റൂട്ട് ഓഫ് എ ഇൻറ്റു എ, കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചു. റൂട്ട് ഓഫ് എ ബിയെ നമുക്ക് റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി എന്ന് എഴുതാൻ പഠിച്ചായിരുന്നല്ലോ. നേരെ തിരിച്ച് പറഞ്ഞു നോക്കിയേ, റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എ ബി എന്ന് എഴുതാം. അതേപോലെ ഇവിടെ റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് എ ഇൻറ്റു എ. റൂട്ട് ഓഫ് എ ഇൻറ്റു എ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? നോക്കി, ഒരു ജോഡി നമ്പറിൽ നിന്നും ഒരാളെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ റൂട്ട് അങ്ങ് മാറും. അപ്പോൾ എ എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ. മനസ്സിലായോ? ഓക്കെ, അതൊന്നും കൂടെ നോക്കിയേ. റൂട്ട് ഓഫ് എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, നമുക്ക് ആൻസർ അവസാനം എന്ത് കിട്ടി? എ. അവസാനം എന്ത് കിട്ടി? എ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയിലും പറയാം, ഈ സ്ക്വയറും റൂട്ടും കൂടെ ഒന്നിച്ച് വന്നാൽ അത് തമ്മിൽ ക്യാൻസലായി പോയിട്ട് എന്ത് മാത്രം വരും? ആ നമ്പർ മാത്രം വരും. ഇനി പെട്ടെന്ന് കിട്ടുമല്ലോ ആൻസർ. റൂട്ട് ഓഫ് 3 ദ ഹോൾ സ്ക്വയർ, നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം 3. സ്ക്വയറും റൂട്ടും കൂടെ വെട്ടിപ്പോയി. റൂട്ട് ഓഫ് 2 ദ ഹോൾ സ്ക്വയർ, നമുക്ക് ആൻസർ കിട്ടും 2. റൂട്ട് ഓഫ് 101 ദ ഹോൾ സ്ക്വയർ, ആൻസർ കിട്ടും 101. കണ്ടോ, സ്ക്വയറും റൂട്ടും. ഇനി പെട്ടെന്ന് നമുക്കൊരു സ്ക്വയറും റൂട്ടും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? വെട്ടിപ്പോവും. റൂട്ട് ഓഫ് ബി ദ ഹോൾ സ്ക്വയർ, ആൻസർ കിട്ടും ബി. സ്ക്വയറും റൂട്ടും കൂടെ എന്തായി പോവും? ക്യാൻസലായി പോവും. എങ്ങനെയാണ് ക്യാൻസൽ ആവുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ചെയ്ത് കാണിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് എന്ത് ചെയ്യുക? ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. സ്ക്വയറിൻ്റെയും സ്ക്വയർ റൂട്ടിൻ്റെയും പ്രോപ്പർട്ടീസാണ് ഇത്രയും പഠിച്ചത്. അപ്പോൾ എന്താണ് സ്ക്വയർ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. അപ്പോൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. വർഗ്ഗം എന്താണ്, വർഗ്ഗമൂലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താ ക്യൂബ്? അവിടെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 തവണ എഴുതി ഗുണിച്ചതിനെ സ്ക്വയർ എന്ന് പറഞ്ഞത് അല്ലേ? ഒരു നമ്പേഴ്സിനെ 2 തവണ എഴുതി ഗുണിച്ചതിനെ നമ്മൾ സ്ക്വയർ എന്ന് പഠിച്ചു. ദേ ഇവിടെ നോക്കിയേ, ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 3 തവണ ഇങ്ങനെ എഴുതി ഗുണിക്കും. 3 ഇൻറ്റു 3 ഇൻറ്റു 3, 4 ഇൻറ്റു 4 ഇൻറ്റു 4, 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇങ്ങനെ എഴുതി ഗുണിക്കുന്നതിനെയാണ്, 3 തവണ എഴുതി ഗുണിക്കുന്നതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് വിളിക്കുന്നത്. ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 3 ക്യൂബ്. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 3 ക്യൂബ്, അല്ലെങ്കിൽ 4 ക്യൂബ്, അല്ലെങ്കിൽ 5 ക്യൂബ്. മനസ്സിലായോ? 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്. അർത്ഥം എന്താ? 3യെ 3 തവണ എഴുതി ഗുണിക്കുന്നു, 4നെ 3 തവണ എഴുതി ഗുണിക്കുന്നു, 5നെ 3 തവണ എഴുതി ഗുണിക്കുന്നു. അപ്പോൾ 25 ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 25നെ 3 തവണ എഴുതി ഗുണിക്കുന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി 3 ക്യൂബ് എത്രയായിട്ട് നമുക്ക്? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. അപ്പം 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. നമ്മൾ വർഗ്ഗം പറഞ്ഞല്ലോ, 3യുടെ വർഗ്ഗം 9 ആണെങ്കിൽ തിരിച്ചു പറയാം 9ൻ്റെ വർഗ്ഗമൂലമാണ് 3 അല്ലേ? വർഗ്ഗം കിട്ടാൻ വേണ്ടി ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ച ആ നമ്പറിനെയാണ് വർഗ്ഗമൂലം എന്ന് വിളിച്ചത്. അതേപോലെ ഇവിടെയും ക്യൂബ് കിട്ടാൻ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ചത് ആ നമ്പർ ആയിരിക്കും അതിൻ്റെ ക്യൂബ് റൂട്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പറയാമല്ലോ. 27ൻ്റെ ക്യൂബ് റൂട്ടാണ് 3. ഇനി എങ്ങനെയാ ക്യൂബ് റൂട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയാ? ദേ ഇങ്ങനെ അല്ലേ. പക്ഷേ ക്യൂബ് റൂട്ട് ചെയ്യാൻ നേരത്തെ ഇവിടെ ഒരു 3യും കൂടെ കൊടുക്കണം. അതിനർത്ഥം ഇത് ക്യൂബ് റൂട്ട് ഓഫ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ സ്ക്വയർ റൂട്ടിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു 2 കൊടുക്കും. അതേപോലെ ക്യൂബ് റൂട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 3 കൊടുക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 27, ആൻസർ നമ്മൾ എഴുതും എത്ര? 3 അല്ലേ. ഇതിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? ക്യൂബ് റൂട്ട് ഓഫ് 27. ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൻസർ? നോക്കി എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? 3യെ 3 തവണ ക്യൂബ് റൂട്ട് ഓഫ് 3 × 3 × 3 അല്ലേ. അവിടെ സ്ക്വയർ റൂട്ട് കാണാൻ നേരത്ത് നമ്മൾ പറഞ്ഞു ഒരു ജോഡി പെയറിൽ നിന്നും 2 നമ്പേഴ്സിൽ നിന്നും ഒരു നമ്പറിനെ പുറത്തേക്ക് ഇറക്കുമ്പം റൂട്ട് അങ്ങ് മാറും അല്ലേ. ഇവിടെ 3 തവണ എഴുതി കുടിക്കുമല്ലേ, അതല്ലേ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പം ക്യൂബ് റൂട്ട് കാണാൻ നേരത്ത് എന്ത് ചെയ്യണം? 3 എണ്ണം എഴുതി ഗുണിക്കുന്നതിനെ ഒരു ജോഡിയായിട്ട് എടുക്കണം. 3 എണ്ണത്തിനെ ഒരു ജോഡിയായിട്ട് എടുത്തിട്ട് അതിൽ നിന്നും ഒരാളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. അല്ലെങ്കിൽ ആ ക്യൂബ് റൂട്ട് അങ്ങ് മാറും. മനസ്സിലായോ? അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 3 × 3 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 3 ഉണ്ട്. അപ്പോൾ ക്യൂബ് റൂട്ടാണ് കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപോലെ എഴുതി ഗുണിച്ചാൽ 3 നമ്പറിൽ നിന്നും ഒരു നമ്പറിനെ പുറത്തേക്ക് ഇറക്കണം. അപ്പോൾ ആ ക്യൂബ് റൂട്ട് അങ്ങ് മാറും. ആൻസർ കിട്ടിയല്ലോ. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ എന്താണ് ക്യൂബ് റൂട്ട് എന്ന് മനസ്സിലായല്ലോ. ഇതേ വേറൊരു നമ്പർ 4 ക്യൂബ്. 4 ക്യൂബ് എന്ന് വെച്ചാൽ എത്ര? 4 ക്യൂബ് 4 × 4 16 × 4 64 അല്ലേ. 64. അപ്പോൾ 4ൻ്റെ ക്യൂബാണ് 64. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ക്യൂബ് റൂട്ട് ഓഫ് 64 അല്ലേ. ക്യൂബ് റൂട്ട് 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് 4 × 4 × 4. അപ്പോൾ ഒരേപോലെ ഗുണിച്ചിട്ടുള്ള 3 നമ്പറിൽ നിന്നും ഒരാളെ പുറത്തേക്ക് ഇറക്കണം 4. അപ്പോൾ ഈ ക്യൂബ് റൂട്ട് അങ്ങ് മാറും. അപ്പോൾ ഈ ആൻസർ നമുക്ക് കിട്ടും 4. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 64 ആണ് 4. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത് നോക്കാം. ക്യൂബ് ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ സ്ക്വയർ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് പഠിച്ചു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 1.8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതി? നമ്മൾ 18ൻ്റെ സ്ക്വയർ ആദ്യം എഴുതും അല്ലേ. ആദ്യം 18ൻ്റെ സ്ക്വയർ എഴുതും 324. ഇനി നോക്കണം ഡെസിമൽ കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കുക. എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ കാണാനാണെങ്കിൽ ആൻസറിനകത്തിൽ എന്ത് ചെയ്യും? അതിനെ ഇരട്ടിക്കും, 2 ഡിജിറ്റ് ആകും. മനസ്സിലായോ? അപ്പം ക്യൂബിൻ്റെ സ്ഥാനം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ക്യൂബിൻ്റെ സ്ഥാനം 1.8 എടുക്കുന്നു. 1.8 ദ ഹോൾ ക്യൂബ് എന്നാണ് ആൻസർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 18ൻ്റെ ക്യൂബ് കാണണം. 18ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 5832. 5832. ഇത് ഇങ്ങോട്ട് നോക്കിയേ. 18 × 1.8 × 1.8 × 1.8 ഇതല്ലേ 1.8 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ആൻസറിനകത്ത് മൊത്തത്തിൽ ടോട്ടലി എത്ര സ്ഥാനം വരണം? 3 സ്ഥാനം വരണം അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനം എഴുതണം. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ ക്യൂബിനകത്തിൽ എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിൻ്റെ 3 മടങ്ങ് വരണം. അതിൻ്റെ 3 മടങ്ങ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറേ ഉള്ളതുകൊണ്ട് ആൻസറിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പർ വരും? 3 നമ്പർ വരും അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആൻസറിനകത്ത് എത്ര ഡിജിറ്റ് വരണം? 6 ഡിജിറ്റ് വരണം. ഇനി ഇവിടെ 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 3 ഡിജിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1. ഉദാഹരണം പറയാം 0.112 എന്നായിരുന്നു. 112 ദ ഹോൾ ക്യൂബ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഇതിൻ്റെ ആൻസറിനകത്തിൽ എത്ര സ്ഥാനം മാറ്റിയായിരിക്കണം കുത്തു വരേണ്ടത്? ദെൻ 9 അല്ലേ. 3 ടൈംസ് വേണം വരാൻ. അപ്പോൾ സ്ക്വയർ കാണുമ്പോൾ ഡെസിമൽ നമ്പേഴ്സിനകത്തിൽ സ്ക്വയർ കാണുമ്പോൾ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി വേണം എന്ത് കാണാൻ? 2 മടങ്ങ് വേണം ആൻസറിനകത്ത് ഈ ഡെസിമൽ വരാൻ. അതേപോലെ ഒരു ഡെസിമൽ നമ്പേഴ്സിൻ്റെ ക്യൂബാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ 3 ടൈംസ് വേണം ആൻസറിനകത്തിൽ എന്ത് വരാൻ? ഡെസിമൽ വരാൻ.
ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് എങ്ങനെയാണ് ഇനി ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയായിരുന്നു? നമ്മൾ സ്ക്വയർ റൂട്ട് ഫാക്ടറൈസേഷൻ മെത്തേഡായിരുന്നു. ഇവിടെയും ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്തായിരുന്നു 144 ചെയ്തു അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 144 നമ്മൾ ചെയ്തു. 2 72 വീണ്ടും 2 36 2 18 2 9 3 3 അല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ നിരത്തി എഴുതിയ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ? സ്ക്വയർ റൂട്ട് കാണാൻ നേരത്ത് നമ്മളിങ്ങനെ നിരത്തി എഴുതിയിട്ട് രണ്ട് പേരിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുത്തു, അത് ഇത്രയും കൂടെ ഗുണിച്ചു അല്ലേ? അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് കിട്ടി. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? തുടക്കം തന്നെ പറഞ്ഞു ക്യൂബ് റൂട്ട് ആകുമ്പോൾ ഒരുപോലെയുള്ള 3 നമ്പേഴ്സിൽ നിന്നും ഒരു നമ്പറിനെ എടുക്കണം അല്ലേ? നമുക്ക് നോക്കാം ഇനി ക്യൂബ് റൂട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ നോക്കിയേ, 512 നോക്കാം, ചെയ്യാം. 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 then 5 6 വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. 1 2 8 വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. 6 4 വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. 3 2 2 കൊണ്ട് ചെയ്യുന്നു. 1 6 2 കൊണ്ട് ചെയ്യുന്നു. 8 2 കൊണ്ട് ചെയ്യുന്നു. 4 then 2 2 അല്ലേ? ഇത് നോക്കിയേ, ക്യൂബ് റൂട്ട് ഓഫ് 512 ക്യൂബ് റൂട്ട് ഓഫ് 512 ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു? 512 ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി അതിനെ നിരത്തി ഒന്ന് എഴുതി നോക്കിയേ. നമ്മുടെ ക്യൂബ് റൂട്ടിനകത്തോട്ട് ഒന്ന് നിരത്തി എഴുതിയ എത്ര രണ്ടുണ്ട്? 1 2 3 4 5 6 7 8 9 2 കിടപ്പുണ്ട് അല്ലേ? അപ്പം നിരത്തി എഴുതിയേ 2 ഇൻറ്റു 2 ഇൻറ്റു 9 2നെ നമ്മൾ എന്ത് ചെയ്തു? നിരത്തി എഴുതി അല്ലേ? ഇവിടെ ക്യൂബ് റൂട്ടാണ് കാണേണ്ടത് അല്ലേ? ക്യൂബ് റൂട്ടാണ്. സ്ക്വയർ റൂട്ട് കാണാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ജോഡി നമ്പേഴ്സിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുത്തു അല്ലേ? ഇവിടെ ക്യൂബ് റൂട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരേപോലെ ഇരിക്കുന്ന 3 നമ്പറിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുക്കും. അടുത്ത 3 നമ്പറിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുക്കും. അടുത്ത 3 നമ്പറിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ആൻസർ ഇതും. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 8 4 ഇൻറ്റു 2 8. അപ്പോൾ 8ൻ്റെ ക്യൂബാണ് 512. തിരിച്ചു പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 512 8 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി നമ്മൾ ക്യൂബ് റൂട്ട് കാണുന്നത് എങ്ങനെയാണ്? ആദ്യം ആ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ആ നമ്പറിനെ ഫാക്ടർ ചെയ്യുക. ഫാക്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരേപോലുള്ള 3 നമ്പറിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ഓഫ് എ ഫ്രാക്ഷൻ. ഒരു നമ്പറിൻ്റെ ക്യൂബും ഒരു ഫ്രാക്ഷൻ്റെ ക്യൂബ് കാണുക അല്ലെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് കാണുക. മുമ്പേ നമ്മൾ പറഞ്ഞതിൻ്റെ റൂട്ട് തന്നെ ഒരു നമ്പർ ഒരു ഫ്രാക്ഷൻ എടുക്കുന്നു a/b. അതിൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് കാണും, ദെൻ ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ് കാണും അല്ലേ? ക്യൂബ് കാണാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ് എടുക്കുക. ഇവിടെ നോക്കിയേ, a/b ദ ഹോൾ ക്യൂബ്. ഈ ബ്രാക്കറ്റ് വേണം കേട്ടോ, അല്ലാതെ a³ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടിടത്തും ക്യൂബ് എടുക്കരുത്. ഇതിനർത്ഥം ക്യൂബ് എക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇട്ടിട്ട് ദ ഹോൾ ക്യൂബ് എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കൊടുക്കുക ആ ക്യൂബ്. ഇനി നോക്കിയേ, റൂട്ട് ഓഫ് a/b ക്യൂബ് റൂട്ട് ഓഫ് a/b. ക്യൂബ് റൂട്ട് ഓഫ് a/b എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക a, ദെൻ ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക b. മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ റൂട്ടായാലും ക്യൂബ് റൂട്ടായാലും ഫ്രാക്ഷനകത്തിൽ സെയിം ആണ്. എന്താ? ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എടുക്കുക. അല്ലെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അല്ലെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ് എടുക്കുക. അല്ലെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അതിനകത്ത് പഠിക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ദെൻ അടുത്ത് നോക്കിയേ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ക്യൂബ് റൂട്ടും ക്യൂബും കാണാൻ നേരത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കാം.
ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് നോക്കാം. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യൂബ് ഓഫ് ഈവൻ നമ്പർ ഈസ് ഈവൻ. ഒരു ഈവൻ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഒരു ഈവൻ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എല്ലായ്പ്പോഴും ഈവൻ ആയിരിക്കും. സ്ക്വയറിനകത്തിലും അത് തന്നെയാണല്ലോ പഠിച്ചത്. എല്ലാ ഈവൻ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. അതേപോലെ ഇവിടുത്തെ ഈവൻ നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. ദെൻ ക്യൂബ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ഓഡ്. അതേപോലെ ഓഡ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും? ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. ഓഡ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നതും ഓഡ് നമ്പർ ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതേപോലെ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറുമായിരിക്കും. അല്ലേ? നമ്മൾ സ്ക്വയറിനകത്ത് എന്താ പഠിച്ചത്? ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ദേ -2 ദ ഹോൾ ക്യൂബ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -2 ഇൻറ്റു -2 ഇൻറ്റു -2 അല്ലേ? -2 ഇൻറ്റു -2 +4 അല്ലേ? രണ്ട് മൈനസ് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്താവും? അത് പ്ലസ് ആയിട്ട് മാറും. ദെൻ +4 ഇൻറ്റു -2. അപ്പം -2 ഇൻറ്റു -2 +4 കിട്ടി. ഇൻറ്റു -2 എന്ത് കിട്ടും നമുക്ക്? പ്ലസും മൈനസും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് ആണ് ആൻസർ വരുന്നത്. 4 ഇൻറ്റു 2 8. കണ്ടോ? ഒരു മൈനസ് നമ്പേഴ്സിൻ്റെ ക്യൂബ് നമുക്ക് എന്ത് കിട്ടി? ഒരു മൈനസ് നമ്പർ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഒരു പ്ലസ് നമ്പേഴ്സിൻ്റെ ക്യൂബ് നമുക്ക് എപ്പോഴും പ്ലസ് നമ്പർ ആയിരിക്കും. ഒരു മൈനസ് നമ്പേഴ്സിൻ്റെ ക്യൂബ് എപ്പോഴും മൈനസ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു പ്രോപ്പർട്ടി നോക്കിയേ. നമ്മൾ പറഞ്ഞായിരുന്നു സ്ക്വയറിനകത്ത് നമ്മൾ പഠിച്ചു 0യുടെ സ്ക്വയർ 0 ആയിരിക്കും, 1ൻ്റെ സ്ക്വയർ 1 ആയിരിക്കും അല്ലേ? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറും അത് തന്നെയായിരിക്കും. 0യുടെ സ്ക്വയർ 0 ആയിരിക്കും, 1ൻ്റെ സ്ക്വയർ 1 ആയിരിക്കും. പക്ഷേ ക്യൂബിനകത്ത് ഈ 3 നമ്പേഴ്സിൻ്റെ ക്യൂബ് അതേപോലെ വരും. ഏതൊക്കെയാ? 0യുടെ ക്യൂബ് എന്ന് പറയുന്നത് 0 ഇൻറ്റു 0 ഇൻറ്റു 0, ആൻസർ 0. ദെൻ 1ൻ്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 ഇൻറ്റു 1 ഇൻറ്റു 1, അതും നമുക്ക് 1 കിട്ടും. ഓക്കെ, ഇനി ഒരു നമ്പറും കൂടെ ഉണ്ട്. ഏതാ അത്? -1ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? -1 ഇൻറ്റു -1 ഇൻറ്റു -1 അല്ലേ? എത്ര കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, അത് -1 എന്ന് കിട്ടും. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് അത് തന്നെ കിട്ടും. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 0 1 -1. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടി ഏതാണെന്ന് നോക്കാം. ഇതേ നോക്കിയേ, ഫ്രാക്ഷൻ അല്ലേ? ഫ്രാക്ഷനകത്തിൽ P/Q ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു P³ ഡിവൈഡ് ബൈ Q³. ഡൗട്ട് വല്ലതും ഉണ്ടോ? നമുക്കറിയാം അല്ലേ? അതേപോലെ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ പറഞ്ഞാലും എന്ത് കിട്ടും നമുക്ക്? P/Q ദ ഹോൾ ക്യൂബ് റൂട്ട് ഓഫ് P/Q എന്ത് കിട്ടും നമുക്ക്? ക്യൂബ് റൂട്ട് ഓഫ് P ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് Q അല്ലേ? ഓക്കെ ആണല്ലോ? അറിയാമല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തൊന്ന് നോക്കിയേ. അടുത്ത പ്രോപ്പർട്ടി ഒന്ന് നോക്കിയേ. എന്താ ഒരു പ്രോപ്പർട്ടി? ഇത് നോക്കിയേ, 10ൻ്റെ ക്യൂബ്. ഓക്കെ, 10ൻ്റെ ക്യൂബ്. ഓക്കെ, 10 ഇൻറ്റു 10 ഇൻറ്റു 10, ആൻസർ എത്ര കിട്ടും? 1000. നമ്മൾ സ്ക്വയറിനകത്ത് ഒരു കാര്യം പഠിച്ചു അല്ലേ? അവസാനം 0 ആണ് വരുന്നതെങ്കിൽ അത്രയും 0, എത്ര 0 ഉണ്ടോ ആ 0 ഇരട്ടിക്കും. ഇവിടെ എത്ര 0 ആണോ തരുന്നത് ആ 0യുടെ 3 ടൈംസ് ഇവിടെ ഉണ്ടാകും. നോക്കി, ഇവിടെ ഒരു 0 ഉള്ളു, അത് 3 ടൈംസ് ആയി. ഇനി 100ൻ്റെ ക്യൂബാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എത്ര 0 വരും? അത് ഇരട്ടിക്കും. ഇവിടെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്, അതിൻ്റെ 3 മടങ്ങ് വരും. 3 മടങ്ങെന്ന് വെച്ചാൽ 2 ഇൻറ്റു 3 6 0 വരും. മനസ്സിലായോ? അവസാനം 0 വരുന്ന ഒരു നമ്പറിൻ്റെ ക്യൂബാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത്രയും 0 3 ടൈംസ് ആയിട്ട് മാറും. അത്രയും 0 എത്ര ടൈംസ് ആവും? 3 ടൈംസ് ആവും. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഐഡിയ കിട്ടിയല്ലോ? ഓക്കെ, ഇനി ഡെസിമൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ
ഓക്കെ, ഡെസിമൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 1.8 ദ ഹോൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആൻസറിൽ എത്ര വരും? ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിനകത്ത് 3 സ്ഥാനം വരും അല്ലേ? ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് വരും. പഠിച്ചായിരുന്നല്ലോ നമ്മൾ. നേരെ തിരിച്ചു പറയുകയാണ്. നമ്മൾ ക്യൂബിനകത്ത് സ്ക്വയറിനകത്തിൽ വർഗ്ഗമൂലം, ഡെസിമൽ നമ്പേഴ്സിൻ്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര ക്യൂബ് നമ്മുടെ സ്ക്വയറിനകത്തിൽ നമ്മുടെ സ്ക്വയർ തന്നു. സ്ക്വയറിനകത്ത് നോക്കുക 2.25. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ രണ്ടിൻ്റെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ വരുന്നിടത്ത് ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ വരും അല്ലേ? ഒരു നമ്പർ എന്ന് വെച്ചാൽ ഒന്നല്ല. 2.25 എന്ന് വെച്ചാൽ 1.5ൻ്റെ അല്ലേ 15ൻ്റെ സ്ക്വയർ ആണ് 2.25. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1.5 എന്ന് എഴുതും. ഇവിടെ 2 സ്ഥാനമുള്ളത് നമ്മൾ ക്യൂബ് റൂട്ട് അല്ല സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതെന്താവും? ഒരു സ്ഥാനമാകും. അതേപോലെ നേരെ ഇവിടെ തിരിച്ചു പറയാം. ഒരു 3 ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ ആൻസറിൽ എന്ത് വരും? ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം വരും. ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരും. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഡെസിമൽ കഴിഞ്ഞ് 3 സ്ഥാനമുള്ള ഒരു നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തിൽ ആൻസറായിട്ട് കിട്ടുന്നതിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനം കാണും. 6 സ്ഥാനമുള്ള ഒരു നമ്പേഴ്സിൻ്റെ ഡെസിമൽ കഴിഞ്ഞ് 6 സ്ഥാനമുള്ള ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ആൻസറിനകത്തിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനം കാണും. ഓക്കെ ആണോ? ഓക്കെ, ഇത് നേരെ തിരിച്ചു പറയുന്നതിനുണ്ട്. ഇവിടെ ഒരു സ്ഥാനമുണ്ടെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ടെങ്കിൽ ആൻസറിനകത്തിൽ 3 സ്ഥാനമുണ്ടായിരിക്കും. 3 ടൈംസാ അല്ലേ? ഇവിടെ 2 ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ടെങ്കിൽ ആൻസറിനകത്തിൽ 6 സ്ഥാനം കാണും. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ടെങ്കിൽ ആൻസറിനകത്തിൽ 9 സ്ഥാനങ്ങൾ വരും. നേരെ തിരിച്ചു പറയാം. വർഗ്ഗമൂലത്തിനകത്തിൽ 3 സ്ഥാനമുണ്ടെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് 3 സ്ഥാനമുണ്ടെങ്കിൽ ആൻസറിനകത്തിൽ ഒരു സ്ഥാനം കാണും. വർഗത്തിനകത്തിൽ 6 സ്ഥാനമുണ്ടെങ്കിൽ ക്യൂബിനകത്തിൽ 3 സ്ഥാനമുണ്ടെങ്കിൽ ക്യൂബ് റൂട്ടിനകത്തിൽ ഒരു സ്ഥാനമുണ്ടാവും. ക്യൂബിനകത്തിൽ 6 സ്ഥാനമുണ്ടെങ്കിൽ ക്യൂബ് റൂട്ടിനകത്ത് 2 സ്ഥാനങ്ങളുണ്ടാകും. ക്യൂബിനകത്ത് 9 സ്ഥാനങ്ങളുണ്ടെങ്കിൽ ക്യൂബ് റൂട്ടിനകത്ത് 3 സ്ഥാനങ്ങളുണ്ടാകും. മനസ്സിലായോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ക്വസ്റ്റ്യൻ നോക്കിയേ. 1125ൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. 1125ൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ എന്ത് ചെയ്യും? 1125നെ ഫാക്ടറൈസേഷൻ ചെയ്യും. എത്ര കൊണ്ടാ? 5 കൊണ്ട്. 2 5 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ചെയ്യുന്നു. എത്ര കിട്ടും? 4 5 എന്ന് കിട്ടും അല്ലേ? ഇവിടെ 3 കൊണ്ട് ചെയ്യുന്നു. 1 5. വീണ്ടും 3 കൊണ്ട് ചെയ്യുന്നു. 5. എത്ര കൊണ്ട് ചെയ്യുന്നു? 5. ഇവിടെ നോക്കിയേ, നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ എത്രയാ? ക്യൂബ് റൂട്ട് ഓഫ് 5 ഇൻറ്റു 5 അല്ലേ? ഈ 2 5 ദെൻ ഇവിടെ കിടക്കുന്നൊരു 5 3 5 ഇൻറ്റു ഇവിടെ എത്ര? 3 2 3 അല്ലേ? നമുക്കറിയാം ക്യൂബ് റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരുപോലുള്ള 3 നമ്പേഴ്സിൽ നിന്നും ഒരാളെ ഇനി പുറത്തിറക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 3 5 ഉണ്ട്, ഒരു 5 ഇഞ്ച് പുറത്ത് വന്നു. പക്ഷേ 3യുടെ കേസ് നോക്കിയാൽ ഇവിടെ എത്ര 3 ഉള്ളൂ? 2 3 ഉള്ളൂ. സോ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? ക്യൂബ് റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എത്ര 3 വരണം? 3 നമ്പേഴ്സ് വേണം. പക്ഷേ ഇവിടെ 2 നമ്പേഴ്സേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? 2 നമ്പേഴ്സേ ഉള്ളതുകൊണ്ട് ആ 2 നമ്പേഴ്സിനെ ക്യൂബ് റൂട്ടിനകത്ത് തന്നെ ഇട്ടേക്കും. മനസ്സിലായോ? ക്യൂബ് റൂട്ട് ഓഫ് 3 ഇൻറ്റു 3. മനസ്സിലായോ? അപ്പം ക്യൂബ് ഒരേപോലുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പുറത്തേക്ക് ഇറക്കത്തുള്ളൂ. 2 എണ്ണം ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്യൂബ് റൂട്ടിനകത്ത് തന്നെ ഇട്ടേക്കും. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇൻട്രൊഡക്ഷൻ. സ്ക്വയർ എന്താണ്? സ്ക്വയർ റൂട്ട് എന്താണ്? ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് ക്യൂബ്? എന്താണ് ക്യൂബ് റൂട്ട്? ഒരു ഡെസിമൽ നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രാക്ഷൻ്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനകത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അത് PSC ഓറിയൻറ്റഡ് ആയിട്ടും ദെൻ റെയിൽവേ ബേസ്ഡ് ആയിട്ടുമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.